Hello my dear students, welcome to Sustainable Engineering class. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2.4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ടോപ്പിക്സാണ് ചാപ്റ്റർ 2.4-ലുള്ളത്? കാർബൺ ക്രെഡിറ്റ്സ്, കാർബൺ ട്രേഡിംഗ് ആൻഡ് കാർബൺ ഫുട് പ്രിൻറ്റ്. സോ ഈ ഒരു 3 ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് കാർബൺ ക്രെഡിറ്റ്സ്. എന്താണ് കാർബൺ ക്രെഡിറ്റ്സ് നോക്കാം. ആക്ച്വലി ഇത് നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്നൊരു ട്രേഡ് മെത്തേഡാണ് കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷന് ഒരു മാർക്കറ്റ് ബേസ് അതേ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ പേ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാം. Okay, it's a generic term for any tradable certificate or permit representing the right to emit 1 ton of carbon dioxide or the equivalent amount of a different greenhouse gas. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ, അതല്ലെങ്കിൽ റൈറ്റ് ടു എമിറ്റ് 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ആ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതിന് പെർമിഷനുള്ള ഒരു സർട്ടിഫിക്കറ്റിന് നമ്മൾ എന്ത് പറയും? കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു വേർഡ് മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കാർബൺ ക്രെഡിറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കാര്യങ്ങളും എഫക്ട്സുകൾ, അതുവഴി ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാൻ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കാർബൺ ക്രെഡിറ്റ്സ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു മിറ്റിഗേറ്റ് ദ ഗ്രോത്ത് ഇൻ കോൺസെൻട്രേഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഒരു എമിഷൻ ട്രേഡിംഗ് അപ്രോച്ചിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതിൽ 1 കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഇൻ സം മാർക്കറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലൻറ്റ് ഗ്യാസ്. മെയിൻലി ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പ്രിഡോമിനൻ്റ് ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, സോ ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 ടണ്ണിന് ഈക്വൽ ആയിട്ടുള്ളതാണ് 1 കാർബൺ ക്രെഡിറ്റ്, അതല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഗ്യാസസ്. ഓക്കെ, ഈ രീതിയിലാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പറയുന്നത്. അതായത് ഏതെങ്കിലും ഇത് ഒരുപാട് കമ്പനീസ് തമ്മിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഒരു ട്രേഡിംഗ് ആണ്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു കാർബൺ എമിഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഡസ്ട്രീസും കമേഴ്ഷ്യൽ പ്ലേസസും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ അതായത് ചില നമ്മളുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മളുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന് കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന കമ്പനികളൊക്കെ ഉണ്ടാവും, വ്യവസായങ്ങളൊക്കെ ഉണ്ടാവും. സോ അവർക്കുള്ള ഒരു പെർമിഷൻ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് എമിറ്റ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യണം? ഒരു കാർബൺ ക്രെഡിറ്റ് അവർ പർച്ചേസ് ചെയ്യണം. ഓക്കെ, 1 കാർബൺ ക്രെഡിറ്റ് ദേ ഹാവ് ടു പർച്ചേസ്. അത് എവിടുന്ന്, ആരാണ് ഈ കാർബൺ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്? കാർബൺ എമിഷനെ ഇല്ലാതാക്കാവുന്ന ഏതെങ്കിലും ഓരോ പ്രൊജക്ട്സുകൾ, ഫോർ എക്സാമ്പിൾ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രീസോ എന്തെങ്കിലും പ്രോജക്ട്സുകളോ ഉണ്ടെങ്കിൽ അവരാണ് എന്ത് കാർബൺ ക്രെഡിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കാർബൺ എമിഷനെ കുറക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും പ്രോജക്ട്സുകളോ കമേഴ്ഷ്യൽ പ്ലേസസുകളോ എന്ത് ചെയ്യുന്നു? കാർബൺ ക്രെഡിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നു. അവരിൽ നിന്നും കാർബൺ ക്രെഡിറ്റ്സ് എത്രയാണോ കാർബൺ ക്രെഡിറ്റ്സ് ആവശ്യമുള്ളത് അത്ര തന്നെ കാർബൺ ക്രെഡിറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യേണ്ട കമ്പനികൾ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മെത്തേഡ് നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് വഴി എന്താണ് ഉപകാരം എന്താണ്? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ആ എമൗണ്ട് എന്താണ്? ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ആ ഒരു വിധ പ്രൊജക്ട്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അല്ലേ? ആ ഒരു ഫണ്ടും കാര്യങ്ങളും കിട്ടുമെന്ന് പറയുമ്പം അവരുടെ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ പർച്ചേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് എന്തായി? ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അവർ എമിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച്
അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാതാക്കാവുന്നത് അല്ലെങ്കിൽ കുറക്കുന്ന കമ്പനിയിലേക്ക് അവർ എമൗണ്ട് കൊടുത്തു, അതായത് അതിനെ അവർ എൻകറേജ് ചെയ്തു. ആ ഒരു ബാലൻസ് ആണ് ഈ ഒരു കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോക്കൂ, ബിസിനസ്സസ് ദാറ്റ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു കോംപ്ലൈ വിത്ത് ദ കാർബൺ എമിഷൻസ് purchase carbon credits to offset their emissions by making finance readily available to renewable energy projects, forest protection and reforestation projects around the world. ഓക്കെ, ആ കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ കാർബൺ ക്രെഡിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്? റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ട്സുകൾ ചെയ്യുന്നത്, അതായത് ഫോറസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റീഫോറസ്റ്റേഷൻ പ്രൊജക്റ്റ് എറൗണ്ട് ദി വേൾഡിൽ എവിടെയായാലും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആർ ക്യാപ്ഡ് ആൻഡ് ദെൻ മാർക്കറ്റ്സ് ആർ യൂസ്ഡ് ടു അലോക്കേറ്റ് ദ എമിഷൻസ് എമംഗ് ദ ഗ്രൂപ്പ് ഓഫ് റെഗുലേറ്റഡ് സോഴ്സസ്. അതായത് വേൾഡിലെ മൊത്തം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ ക്യാപ് ചെയ്യുന്നു. ഓക്കെ, അതിനൊന്ന് മൂടി വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? റെഗുലേറ്റഡ് ആയിട്ടുള്ള സോഴ്സസിൻ്റെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? ഓരോ എമിഷൻസിനെയും അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാവരും ഒരേ സമയം ഇങ്ങനെ എമിഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതിനെ മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് റെഗുലേറ്റഡ് സോഴ്സസിനും ഇത്ര എന്നുള്ള അലോക്കേഷൻസ് ആയിട്ട് കൊടുക്കുന്നു. എമിഷൻസ് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് എമിറ്റ് ചെയ്യാം. ആ രീതിയിൽ ഇതിനെ അലോക്കേറ്റ് ചെയ്തിട്ടൊന്ന് നിയന്ത്രണത്തിൽ വിധേയമാക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് കാണിച്ചത് നമ്പർ 1 നോക്കൂ. കമ്പനി എ, അതൊരു ഇൻഡസ്ട്രിയാണ്. അതായത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടാവുന്ന ഒരു കമ്പനി. സോ കമ്പനി എ നീഡ്സ് ടു മീറ്റ് ഇറ്റ്സ് എമിഷൻസ് ക്യാപ്. അതായത് അവരുടെ എമിഷൻസ്, അവർക്ക് ഓരോ വർഷവും ഇത്ര തന്നെ എമൗണ്ട് എമിഷൻസ് നിർബന്ധമായിട്ടുണ്ടാവും. ഓക്കെ, അതിന് വേണ്ട പെർമിഷൻ കിട്ടണം. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? സെക്കൻഡ് പാർട്ട് നോക്കൂ. കമ്പനി എ ഇൻവെസ്റ്റ് ഇൻ ആൻ എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് കാർബൺ ഓഫ്സെറ്റ്സ്. ഓക്കെ, കാർബൺ ഓഫ്സെറ്റ് എന്താണ്? ഈ പറഞ്ഞ കാർബൺ ക്രെഡിറ്റ്സിൻ്റെ, അതായത് കാർബൺ ക്രെഡിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഓക്കെ, ഏതെങ്കിലും പ്രോജക്റ്റുകളിൽ അവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ക്യാഷ് കാണിച്ചിട്ടുണ്ട്, അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതായത് എന്താണ്? അതെന്തായിരിക്കും? എമിഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത് നോക്കൂ. പിന്നെ വന്ന് നോക്കൂ. കാർബൺ ഓഫ്സെറ്റ്സ് പ്രോഗ്രാംസ് ക്യാൻ ഇൻക്ലൂഡ് റീഫോറസ്റ്റേഷൻ പ്രോജക്റ്റുകളാവാം, റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോജക്റ്റുകളാവാം, മീഥേൻ ക്യാപ്ചർ ഓർ കമ്പഷൻ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോജക്റ്റുകളായിരിക്കാം ഈ സൈഡിൽ കാണിക്കുന്നത്. സോ അതിൽ അവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ അക്കോർഡിംഗ്ലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട്സിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് എന്ത് കിട്ടുന്നു? കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുന്നു. ഓക്കെ, ഈ കാർബൺ ക്രെഡിറ്റ്സ് ആരാ വാങ്ങുന്നത്? പിന്നെ കമ്പനി എ വാങ്ങുന്നു, അല്ലേ? കമ്പനി എ റിസീവ്സ് കാർബൺ ക്രെഡിറ്റ്സ് ഫോർ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ കൊടുത്ത എത്ര ഇൻവെസ്റ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് ഈ കമ്പനി എക്ക് കിട്ടുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ആയി? അവർക്ക് എത്ര ക്രെഡിറ്റ്സ് ആണോ അവർ വാങ്ങിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അവർക്ക് പെർമിഷൻ കിട്ടി. ഈ രീതിയിലുള്ള ഒരു ബാലൻസ് ആണ് കാർബൺ ക്രെഡിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എമിഷൻ ഈ ലോകത്ത് കുറക്കുക എന്നുള്ളതിനാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവർ ഒരു ടൺ അവർ എമിറ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടി എന്നാൽ അതിനർത്ഥം അത്ര തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ ഇല്ലാതാക്കാവുന്ന ഒരു പ്രോജക്റ്റിലേക്ക് അവർ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തു. ആ രീതിയിലാണ്. ഓക്കെ, ആ ഒരു ബാലൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് മനസ്സിലായല്ലോ. സോ അതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാർബൺ ട്രേഡിംഗ്. എന്താണ് കാർബൺ ട്രേഡിംഗ്? നോക്കൂ. എക്സ്ചേഞ്ച് ഓഫ് ക്രെഡിറ്റ്സ് ബിറ്റ്വീൻ നാഷൻസ് ഡിസൈൻ ടു റെഡ്യൂസ് എമിഷൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഒന്നുമല്ല, അപ്പോൾ നമ്മൾ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രെഡിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ അതൊരു നാഷൻസ് തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് തമ്മിൽ ആ ഒരു ക്രെഡിറ്റ്സിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ കാർബൺ ട്രേഡിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം.
ഇത് 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ, അതായത് കാർബൺ ക്രെഡിറ്റ്സും അതുപോലെ ഈ കാർബൺ ട്രേഡിംഗ് എല്ലാം ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ വന്നിട്ടുള്ളതാണ്. ഈ 1997 നടന്നിട്ടുള്ള അതിൽ ഒബ്ജക്റ്റീവ് ഓഫ് റെഡ്യൂസിങ് കാർബൺ എമിഷൻസ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫ്യൂച്ചർ ഗ്ലോബൽ വാർമിംഗ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു 90s തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് എല്ലാം. സോ ഇതിനെല്ലാം ഒരൊറ്റ ഒരു കാര്യം അല്ലെങ്കിൽ റെമഡി എന്ന് പറയാൻ ഒരൊറ്റ കാര്യം എന്താണ്? GHG, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക. ആ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് എല്ലാം നമ്മൾക്ക് നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് എന്താ വേണ്ടത്? ഈ കാർബൺ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യണം. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോളിലാണ് നമ്മളുടെ കാർബൺ ക്രെഡിറ്റ്സ്, കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ കോൺസെപ്റ്റ്സ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുവഴി എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇറ്റ് അലൗസ് കൺട്രീസ് ദാറ്റ് ഹാവ് ഹയർ കാർബൺ എമിഷൻസ് ടു പർച്ചേസ് ദ റൈറ്റ് ടു റിലീസ് മോർ കാർബൺ ഡയോക്സൈഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ഫ്രം ദ കൺട്രീസ് ദാറ്റ് ഹാവ് ലോവർ കാർബൺ എമിഷൻസ്. ഓക്കെ, അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ വേൾഡിലുള്ള ടോട്ടൽ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ചില കൺട്രീസ്, അതായത് ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനൊക്കെ അവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് കൂടുതലായിരിക്കും. കാരണം അവിടെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. ഒരുപാട് ടെക്നോളജി കാര്യങ്ങൾ, ഒരുപാട് പ്രൊഡക്ഷനും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷനും മോറായിരിക്കും. ഓക്കെ, അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഹയർ ലെവലിലുള്ള കൺട്രീസ് അതൊരു ഭാഗത്ത്. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻസ് ഉണ്ട് പക്ഷേ റിലേറ്റീവ്ലി ലെസ്സർ എമൗണ്ടിലായിട്ടുള്ള കൺട്രീസ് ഒരു ഭാഗത്ത്. എന്നിട്ട് ഈ ഹയർ കാർബൺ എമിറ്റ് ചെയ്യുന്ന കൺട്രീസ് എന്ത് ചെയ്യുന്നു? അവർക്ക് മോർ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്, അവരുടെ ആ ഒരു അവകാശം അവർ ആരിൽ നിന്നും വാങ്ങുന്നു? ഈ എമിഷൻ കുറഞ്ഞിട്ടുള്ള കൺട്രീസിൽ നിന്നും അവർ പർച്ചേസ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ഒരു ഭാഗത്ത് കാർബൺ എമിഷൻ കൂടുതലുള്ള കൺട്രി, മറ്റു ഭാഗത്ത് കാർബൺ എമിഷൻ കുറവുള്ള കൺട്രീസ്. സോ എമിഷൻ കുറഞ്ഞിട്ടുള്ള കൺട്രീസിൽ നിന്നും കൂടുതൽ എമിറ്റ് ചെയ്യാൻ മോർ എമിറ്റിംഗ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? ആ ഒരു എമിറ്റ് ചെയ്യാനുള്ള അവകാശത്തെ ഇവരുടെ അടുത്ത് നിന്നുമാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റമാണ് കാർബൺ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. Companies that pollute less can sell their unused pollution rights to companies that pollute more. അതായത് രണ്ട് കമ്പനിയെ നമ്മൾ കരുതുക. രണ്ട് കമ്പനി ഉണ്ട്. അതിൽ നേരത്തെ നമ്മൾ കൺട്രീസ് വെച്ച് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ലെസ് പൊല്യൂട്ട് ചെയ്യുന്ന കമ്പനിയും മോർ പൊല്യൂട്ട് ചെയ്യുന്ന കമ്പനിയും ഉണ്ടെങ്കിൽ ഈ മോർ പൊല്യൂട്ട് ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? ലെസ് പൊല്യൂട്ട് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അവർക്ക് മോർ പൊല്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മോർ എമിഷൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റിനെ പർച്ചേസ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫിഗറിലേക്ക് നോക്കൂ. രണ്ട് കമ്പനി കാണിച്ചിട്ടുണ്ട്, കമ്പനി എ ആൻഡ് കമ്പനി ബി. ഓക്കെ, സിമിലർ ടൈപ്പ് ഓഫ് കമ്പനി ആവണമെന്നൊന്നുമില്ല. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി ആയിരിക്കാം. പക്ഷേ പറയുന്നത് അവരുടെ ഒരു GHG എമിഷൻ ലെവലൊക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, നിലവിൽ അത് സെയിം ആണ്. പക്ഷേ കമ്പനി എനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു 15% എമിഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് കമ്പനി ബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 5% റെഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഇവിടെ മോർ പൊല്യൂഷൻ അല്ലെങ്കിൽ മോർ എമിഷൻ എടുക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ എമിഷൻ കൊടുക്കുന്നത് കമ്പനി ബി. അവർക്ക് അത്ര തന്നെ കുറക്കാൻ പറ്റില്ല, 5% കുറക്കാനേ പറ്റുന്നുള്ളത് കൊണ്ട് അവർക്ക് മോർ എമിഷൻ ആവശ്യമുണ്ട് കമ്പനി എനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ എന്ത് ചെയ്യുന്നു? കമ്പനി ബി എന്ത് ചെയ്യുന്നു? കമ്പനി എന് പേയ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് പേയ്സ് ഫോർ ദ റെഡ്യൂസ്ഡ് എമിഷൻ. അത്ര തന്നെ കമ്പനി എ ഒരുപാട് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അവരുടെ ആ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ആ റിഡക്ഷൻ ഇവർ കാശ് കൊടുത്ത് വാങ്ങുന്നു. അതായത് കമ്പനി ബി എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് കൊടുത്തിട്ട് കമ്പനി എയിൽ നിന്നും അവർക്കുള്ള എമിഷനുള്ള റൈറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കൂ. ആരോ കാണിച്ചിട്ടുള്ളത് നോക്കാം. രണ്ട് കമ്പനി എയും ബിയും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇനി കമ്പനി ബിയിൽ നിന്നും ഡോളറിൻ്റെ സൈനുള്ള ആരോ എവിടെ നിന്നാണ് വരുന്നത്? കമ്പനി ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനി എയിലേക്കാണ് ആരോ പോകുന്നത്. അതായത് കമ്പനി ബി എന്ത് ചെയ്യുന്നു?
പേയ്മെൻറ്റ് കൊടുക്കുന്നു കമ്പനി എയിലേക്ക്. എന്നിട്ട് കമ്പനി എയിൽ നിന്നും തുടങ്ങുന്ന ആരോ എന്താണ് കൊടുക്കുന്നത് നോക്കൂ. ആ ആരോ ഇവിടെ വന്നത് എമിഷൻ റൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. അവർ കൊടുത്തിട്ടുള്ള എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമിഷൻ റൈറ്റ് എന്ത് ചെയ്യുന്നു, കമ്പനി എ കമ്പനി ബിക്ക് നൽകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. സോ എന്താണ് ഇതുകൊണ്ടുള്ളൊരു ഉദ്ദേശം നോക്കൂ. ദ ഗോൾ ഈസ് ടു എൻഷുർ ദാറ്റ് കമ്പനീസ് ഇൻ ദ അഗ്രിഗേറ്റ് ഡു നോട്ട് എക്സീഡ് എ ബേസ് ലൈൻ ലെവൽ ഓഫ് പൊല്യൂഷൻ ആൻഡ് ടു പ്രൊവൈഡ് എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഫോർ കമ്പനീസ് ടു പൊല്യൂട്ട് ലെസ്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ബേസ് ലൈൻ ലെവൽ ഓഫ് പൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ എക്സീഡ് ചെയ്യാത്ത രീതിയിൽ കമ്പനീസ് എല്ലാം എമിഷനെ കൺട്രോൾ ചെയ്യും വേണം. അതേ സമയത്ത് ലെസ് പൊല്യൂഷൻ കൊടുക്കുന്ന കമ്പനീസിന് ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും കൂടെ കിട്ടുന്ന ഒരു മ്യൂച്വലി ഉള്ള ഒരു മെത്തേഡാണ് ഈ ഒരു കാർബൺ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മോർ കാർബൺ എമിറ്റിംഗ് കൺട്രീസ് ബൈ ദിസ് വേ ട്രൈ ടു കീപ് ദ ലിമിറ്റ് ഓഫ് കാർബൺ എമിഷൻ സ്പെസിഫൈഡ് ടു ദം. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റാണ്. മോർ കാർബൺ എമിറ്റ് ചെയ്യുന്ന കൺട്രീസൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലെവലിൽ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ളത് കൊണ്ട് മാക്സിമം അവരെന്ത് ചെയ്യും, അവർ ആ ഒരു പേയ്മെൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ എമിഷനെ മാക്സിമം അവർ റെഡ്യൂസ് ചെയ്യിക്കും. തീരെ പറ്റാത്തതിനെ മാത്രമേ അവരെന്ത് ചെയ്യുന്നു, എമൗണ്ട് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ കാർബൺ ട്രേഡിങ്ങിൻ്റെ ഒരു സിസ്റ്റം. ദ ലാസ്റ്റ് ടോപ്പിക്, കാർബൺ ഫുട് പ്രിൻറ്റ്. സോ എന്താണ് കാർബൺ ഫുട് പ്രിൻറ്റ് നോക്കാം. ദ ടോട്ടൽ സെറ്റ്സ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കോസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ, ഇവൻറ്റ്, പ്രോഡക്റ്റ് ഓർ പേഴ്സൺ. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഇവൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ ടോട്ടൽ സെറ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ഒരു മെഷറാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. സോ അതൊരു പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒക്കെ ആവും. സോ ഒരു പേഴ്സണലി ഇൻഡിവിജ്വലൊക്കെ ആകുമ്പോൾ ഓരോ വ്യക്തിക്കും ആ ഒരു വ്യക്തി കാരണം ഉണ്ടായിട്ടുള്ള കാർബൺ എമിഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ഒരു ടോട്ടൽ മെഷർ എടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു തോത് മനസ്സിലാക്കാൻ, ഓരോരുത്തരുടെയും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ തോത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഒരു റെമഡിയൽ മെഷേഴ്സ് കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കാർബൺ ഫുട് പ്രിൻ്റ്. സോ അതിന് ഒരു കുറച്ചും കൂടി ഒരു വ്യക്തമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എ മെഷർ ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥെയിൻ എമിഷൻസ് ഓഫ് എ ഡിഫൈൻഡ് പോപ്പുലേഷൻ, സിസ്റ്റം ഓർ ആക്ടിവിറ്റി considering all relevant sources, sinks and storage within the spatial and temporal boundary of the population, system or activity of interest. സോ കംപ്ലീറ്റ് ആസ്പെക്ട്സ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേൻ്റെയും ഒക്കെ എമിഷൻ, അതായത് ഏതിലൊക്കെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റം ആക്ടിവിറ്റിയിലൊക്കെ ഡിഫൈൻ ആയിട്ടുള്ള ഈ ഒരു എമിഷൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ മെഷറാണ് അല്ലേ. സോ എന്തെല്ലാം കൺസിഡർ ചെയ്യണം, അവരുടെ റിലവൻസ്, സോഴ്സ്, സിങ്സ് ആൻഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ സ്പേഷ്യൽ ടെമ്പോറൽ ബൗണ്ടറി, ആ ഒരു വിത്തിൻ ദ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്പേഷ്യൽ ആൻഡ് ടെമ്പോറൽ ബൗണ്ടറി എല്ലാം ഉൾക്കൊള്ളിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അവരുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേൻ്റെയൊക്കെ എമിഷൻ്റെ എമൗണ്ടിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് അതിൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാർബൺ ഫുട് പ്രിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ കാർബൺ ഫുട് പ്രിൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ കുറച്ച് വേസ് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3R കോൺസെപ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മുന്നേ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് 3R കോൺസെപ്റ്റ് നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലേ. സോ ആ ഒരു വേസ്റ്റേജും കാര്യങ്ങളും കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ എമിഷനും അതിനോടനുബന്ധിച്ച് തന്നെ കുറയുന്നതാണ് അല്ലേ. 3R കോൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു? റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. ഓക്കെ, ഈ ഒരു രീതിയിൽ 3R കോൺസെപ്റ്റ് നല്ലൊരു മെത്തേഡാണ് കാർബൺ ഫുട് പ്രിൻറ്റ് കുറക്കാൻ. അതുപോലെ ഡ്രൈവ് ലെസ്. എന്താ ഡ്രൈവ് ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഫ്യൂവൽ കൺസംഷൻ അല്ലേ, ഫ്യൂവൽ കൺസംഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡ്രൈവ് ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തൊക്കെ ചെയ്യാം? വാക്കിംഗ്. ഓക്കെ, നമുക്ക് ഒരുവിധം കഴിയുന്നതൊക്കെ നമുക്ക് വാക്കിംഗ് ചെയ്യാം അല്ലേ. ഇനി അതല്ലാതെ നമുക്ക് കാർ പൂളിംഗ് ചെയ്യാം. എന്താണ് കാർ പൂളിംഗ്? അതായത് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ആൾ പേഴ്സണലി ഒരു വണ്ടി എടുത്ത് പോകുമ്പോൾ അതിൽ നമുക്ക്
പുറത്ത് നിന്ന് എക്സ്റ്റേണലി ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമുക്കതിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കാർ പൂളിംഗ് ചെയ്ത് കണ്ട് ഫ്യൂവലിൻ്റെ കൺസംഷൻ കുറക്കാം. ഓരോരുത്തരും ഒറ്റയ്ക്ക് സ്വന്തം വെഹിക്കിൾ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർ ഫ്യൂവൽ കൺസംഷൻ നമുക്ക് കുറക്കാൻ പറ്റും. അതല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഫ്യൂവൽ കൺസംഷൻ കുറക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫ്യൂവൽ കൺസംഷനിലൂടെയാണ് അധികവും കാർബൺ എമിഷൻസ് വരുന്നത് നമുക്കറിയാലോ. ഈ ലെസ് എയർ കണ്ടീഷനിങ് ആൻഡ് ഹീറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതായത് നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നമ്മുടെ ഓഫീസിൽ വീടുകളിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മീഥേൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യും, അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചറിനെ നിലനിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ ഈ ഒരു സഹായങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു കാർബൺ ഫുട് പ്രിൻറ്റ് കുറക്കാവുന്ന മറ്റൊരു മെത്തേഡാണ്. ചോയ്സ് ഓഫ് ഡയറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, കാർബൺ എമിഷൻ കുറക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ലെവലിൽ നമ്മൾ ഓരോരുത്തരും ഡയറ്റിനെ നമ്മൾ മാറ്റി കൊടുക്കുക. സോ ഓരോരുത്തരും ആ ഡയറ്റ് ചേഞ്ചിലൂടെ തന്നെ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മളുടെ കാർബൺ ഫുട് പ്രിൻറ്റിനെ കുറക്കുന്നതാണ്. നമുക്കറിയാം ഒരുപാട് ഫുഡ് വേസ്റ്റേജ് വന്നാൽ പോലും അത് ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന മീഥേൻ അതും അങ്ങനെയും കാർബൺ ഫുട് പ്രിൻറ്റ് കൂട്ടുന്നുണ്ട്. സോ ഈ ഒരു ലെവലിലെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫുട് പ്രിൻറ്റ് നമ്മൾക്ക് കാർബൺ ഫുട് പ്രിൻറ്റ് കുറക്കാൻ പറ്റും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ്, കാർബൺ ട്രേഡിംഗ് ആൻഡ് കാർബൺ ഫുട് പ്രിൻറ്റ്. എല്ലാം എന്താണ്, നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡ്യൂസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് അല്ലേ. സോ ഈ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്